സപ്തമസ്കന്ധത്തിലെ വർണ്ണാശ്രമ നിരൂപണമാണ് ഇന്നത്തെ വായന. 2 ഭാഗങ്ങളായിട്ടാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൂടെ അമർത്തുക. ഒരുവന് 4 ആശ്രമങ്ങളിൽ ഏത് ആശ്രമം വേണമെങ്കിലും സ്വീകരിക്കാം. അതിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവൻ ഗുരുകുലത്തിൽ തന്നെ വസിക്കണം എന്നതും ബാക്കി പാലിക്കേണ്ട നിഷ്ഠകളുമാണ് ഇവിടെ പറയുന്നത്. എടുത്തു പറയുന്ന ഒരു കാര്യം, ബ്രഹ്മചാരിയാവാൻ ശ്രമിക്കുന്നവൻ ഒരിക്കലും സ്ത്രീകളെ കാണുകയോ സ്ത്രീ സാമീപ്യം ആഗ്രഹിക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ കഴിഞ്ഞ് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഗ്രഹിക്കാവുന്നതാണ്. പിന്നീട് ഗുരുവിന് ദക്ഷിണ നൽകുക. ശേഷം 4 ആശ്രമങ്ങളിൽ ഏതിൽ ഇരുന്നാലും മഹാവിഷ്ണുവിനെ അകത്തും പുറത്തും സ്മരിക്കുക. പിന്നീട് സന്യാസമോ വാനപ്രസ്ഥമോ ഗൃഹസ്ഥാശ്രമമോ സ്വീകരിക്കാം. അടുത്തത് വാനപ്രസ്ഥൻ എങ്ങനെയുള്ള ആഹാരം കഴിക്കണം, എങ്ങനെ വേണം ജീവിതശൈലി എന്നൊക്കെ വർണ്ണിക്കുന്നതാണ്. പിന്നീട് പ്രഹ്ലാദൻ ഭൃത്യനോട് ഒന്നിച്ച് നടക്കുമ്പോൾ ഒരു മുനിയെ കാണുകയും അദ്ദേഹത്തോട് ചോദിക്കുന്നു, ധനവും ധാന്യവും ഉള്ളവരാണ് ഭൂമിയെ സുഖിക്കുന്നവരെന്ന് പറയുന്നത്, പക്ഷേ ഇതൊന്നും ഇല്ലാതെയും അങ്ങ് സുഖവാനെപ്പോലെ തോന്നുന്നു. അതിന് ഉത്തരമായി പ്രഹ്ലാദനോട് മുനി ഓരോ കാര്യകാരണസഹിതം മറുപടി നൽകുന്നു. എന്നതിൽ എടുത്തു പറയുന്നത് വണ്ടിൻ്റെയും പെരുമ്പാമ്പിൻ്റെയും പ്രവൃത്തികളാണ്. ഒരു വണ്ട് ഒരു പൂവിൽ നിന്ന് തേനെടുത്ത് മറ്റേ പൂവിൽ കൊണ്ടുവെക്കുകയും എന്നിട്ട് മറ്റൊരു പൂവിൽ നിന്ന് തേനെടുത്ത് ഒന്നിച്ച് ഭുജിക്കുക എന്ന് പറഞ്ഞ് പോകുന്ന നേരം നോക്കി മറ്റൊരു വണ്ട് വന്ന് അതെല്ലാം നുകർന്നു പോകും. ഇതുപോലെയാണ് മനുഷ്യരെല്ലാം. കഷ്ടപ്പെട്ട് ധനം കൂട്ടിവെക്കും, മറ്റുള്ളവർ വന്ന് കട്ടോ കൊന്നോ ധനം കവരുകയും ചെയ്യും. അതുമൂലം അവർക്ക് ദുഃഖം മാത്രമാണ് ഫലം. പക്ഷേ പെരുമ്പാമ്പ് എങ്ങനെയെന്നാൽ അത് കഷ്ടപ്പെട്ട് ഇര പിടിക്കാൻ പോകാറില്ല. യദൃച്ഛയാ തൻ്റെ അടുക്കൽ വരുന്നത് എന്തു ആകട്ടെ അത് ഭുജിക്കും. ഒന്നും കിട്ടിയില്ലയോ അതിന് വിഷമം ഉണ്ടാകാറില്ല. ഞാനും അതുപോലെയാണ്. ഞാൻ കഴിക്കാൻ ആരെങ്കിലും തന്നാൽ കഴിക്കും, ഇല്ലയോ അതിൽ പരാതിയില്ല. ആരെങ്കിലും വിളിച്ച് പട്ടുമത്തയിൽ കിടത്തിയാൽ കിടക്കും, ഇല്ലെങ്കിൽ നിലത്ത് കിടക്കും. ഇങ്ങനെ ഓരോ തത്വങ്ങൾ പ്രഹ്ലാദനോട് പറയുകയും എൻ്റെ ആത്മസുഖത്തിന് കാരണം ഇതാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട പ്രഹ്ലാദൻ ആനന്ദനായി മുനിയെ വന്ദിച്ച് പൂജിച്ചിട്ട് തിരികെ പോവുകയും ചെയ്യുന്നു. ഇവിടം വരെയാണ് ഇന്നത്തെ വായന. ഓം ഗം ഗണപതേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മചര്യത്തിനായി ചെന്നു ഗുരുകുലേ നിർമ്മല ഭക്തനായി സദ്ഗുരു വന്ദ്യനായും അല്പനഹമിന്നും ഭൃത്യനായി ശാന്തനായും ഉൾപ്പൂവിലേറ്റവും സദ്ഗുരു ബന്ധുവായും സന്ധ്യകളിൽ ഗുരുവർക്കാഗ്നിഭൂസുരവൃന്ദേശ്വരരെയും വന്ദിച്ച് ബ്രഹ്മോഹമെന്നു നിനച്ചു ജപം ചെയ്ത് വേദങ്ങൾ നന്നായി പഠിച്ചു കൊണ്ടിടൂ സ്വാധ്യായവാൻ. വന്ദനം ചെയ്ത് പാഠാദ്യന്തവും ഗുരു തന്നെയും സജ്ജനമായുള്ളവരെയും വസ്ത്രാജിനതിണ്ടു മേഖലയും ജഡ എത്രയും നല്ല കമണ്ഡലോദർഭയും നന്നായി ധരിച്ചുദയാസ്തമയങ്ങളെയും ചെന്നു താൻ ഭിക്ഷയെടുത്തു ഗുരുവിനെ വന്ദിച്ചു പൂജിച്ച് സദ്ഗുരുരാജ്ഞയാ നന്നായി താൻ മിതഭുക്കായി ഭുജിക്കുകയും നന്നായി സുശീലനായും നല്ലാർമണികളെ മുന്നിലും കാണാതെ തൽക്കഥയോർക്കാതെ വാണിട വേണം. അല്ലാകിലാജഘടം കാണിക്ഷണം അഗ്നിവെല്ലും കണക്കിനെയും ബ്രഹ്മചര്യവ്രതം തന്നെ തരുണിമാർ കൽമഷം ചേർത്തു ജയിക്കുമേ കാണുകയും അമ്പ കൂടെ വസിച്ചിടും ഗൃഹത്തിങ്കൽ ബ്രഹ്മചാരി വസിച്ചിടരുതെന്നത്രേം. രോമനഖങ്ങൾ അറുക്കരുതെന്നുമേ ആത്മീയ കണ്ണിൽ മഷിയെഴുതിയിടൊലാം. അഭ്യംഗവും നാരിമാവിലോകാമിഷ മധ്യസംഭാവം ഇവ കഴിച്ചിടൊലാം. ഗന്ധമാല്യാനുവിലേപനാലങ്കൃത ബന്ധനം ചെയ്കൊല മുഖ്യവ്രതമതിൽ ഈശ്വരൻ സർവകനെന്നോ നിനയ്ക്കയും വിശ്വത്തിലെല്ലാ ജനത്തിനും വേണമേ. ഇങ്ങനെ വാണുവേദങ്ങൾ ഉപനിഷത്തിങ്ങു വേണ്ടുന്നവ ശീലിക്ക വേണമേ. പിന്നെ ഗുരുവിന് അഭീഷ്ടമാം ദക്ഷിണ നന്നായി കഴിക്കുകയും വേണം ഗുരുഭക്ത്യാം.
ബ്രഹ്മചര്യത്തിൽ നിന്നന്നേ മൂന്നാശ്രമം തന്നിലേതിച്ഛയെന്നാലതിലാകിലം നാലാശ്രമങ്ങൾ ഏതിൽ ഗിരിക്കിലും നാലു വേദ പൊരുളായ മഹാവിഷ്ണു ഉള്ളും പുറവും സദാ പരിപൂർണമെന്നുള്ളിൽ കരുതി വാണിടണം ഏവരും. നാലാശ്രമങ്ങളും ജ്ഞാനം ലഭിച്ചിട്ട് നാലാം പുരുഷാർത്ഥ മോക്ഷം ലഭിക്കുന്നു. വാനപ്രസ്ഥൻ കൃഷി ലോകം ഗമിച്ചിടും താനേ പഴുത്തവ താനേ മുളച്ചവ ഭക്ഷിക്ക അല്ലാതെ കാർഷപക്വങ്ങളും ഭക്ഷിക്കരുത്. അഗ്നിപക്വങ്ങളുമൊന്നും വന്യങ്ങളാലേ ചരു പുരോടാശവും വന്യയിൽ ഹോമിക്ക വേണം വിധി പോലെ. നന്നല്ല ഇരുന്നു പഴയവയൊന്നുമേ അന്നാദിയുന്നയിക്കണം നവം നവം. അഗ്നിപ്രയോജനത്തിനു ഗുഹകളും വിഘ്നമെന്നീ പർണശാലയും ആകിലം. നീഹാരവാദ വർഷാദപങ്ങൾ സഹിച്ച് ആകുലഹീനം ഇരുന്നിടുക വേണം. ഇന്ദ്രിയ നിഗ്രഹം വേണം. ജഡപൂണ്ട് സന്യസ്തനായി നഹരോമം മറുക്കൊലാം. ദണ്ഡു കമണ്ഡലു എന്നിവ കൈക്കൊണ്ട് ദണ്ഡമെന്നി ഏകവത്സരം നാലുമാം. അഷ്ടമം ദ്വാദശ വത്സരമെങ്കിലും പുഷ്ടമോദത്തോടനാമയമായിക്കൊണ്ട് വിഘ്നമെന്നി അഗ്നിയാത്മാവിലർപ്പിച്ച് ഇന്ദ്രിയജാലങ്കിവറ്റിനധിഷ്ഠാനം നിന്നിരിക്കുന്ന ദൈവത്തിങ്കലർപ്പിച്ചു. ദൈവിക ഭൂതജാലത്തെ ക്ഷേത്രജ്ഞനാം കേവലാത്മാവിൽ സമർപ്പിച്ച് നിശ്ചല ജ്ഞാനയോഗാഗ്നിയിൽ ദേഹം ദഹിപ്പിച്ച് ധ്യാനിച്ച് കൗപീനദണ്ഡാദിയൊക്കെയും തെക്ത മഹീതലെ ഗ്രാമാതിദിക്കിലും ഒക്കെ നടക്കുകയും വേണം ഭയം വിനാം. ദുസ്തർക്കഹീനനായി വായുബുഭുക്ഷനായി സത്സംഗിയായി ആത്മപക്ഷാശ്രിതനായി പുസ്തകാഭ്യാസശയന വ്യാഖ്യാനവും ഇത്തം സമസ്തമാരംഭമതും വിട്ട് ശാന്തനായും വ്യക്തമവ്യക്ത സ്വരൂപനായും ശാന്തജലഭിതിരംഭമൂകൈ സമം ബുദ്ധിമാനായി നടക്കയും വേണമേ. സിദ്ധമിതിന് ഒരു ഉദാഹരണം കേൾക്കാം. പണ്ടു പ്രഹ്ലാദനും ഭൃത്യരോടൊന്നിച്ചു തെണ്ടി നടന്നുപോയി സഹ്യാജലസിന്നീം. മുഖ്യയാം കാവേരി തീരെ നടക്കുമ്പോൾ മുഖ്യനായിടും അജഗരമാമുനി തന്നെയും കണ്ട് നിനച്ചു ദൈത്യാധിപൻ ഇന്നിവേനേറ്റം പ്രസന്നൻ തപോനിധിം ദീർഘകായൻ മഹാദീപ്തിമാനാനന്ദൻ ദീർഘബാഹു മഹാധന്യൻ നിരാഹാരി വർണ്ണാശ്രമം കൊണ്ടറിഞ്ഞുകൂടാതവൻ വർണ്ണാശ്രമത്തെ ത്യജിപ്പവൻ നിർണയം. ഏവം നിനച്ച് മഹാവിഷ്ണു ഭക്തനാം ദേവാരിവംശജൻ പ്രഹ്ലാദനും ഭക്ത്യാം വന്ദിച്ചു പൂജിച്ചു ചോദിച്ചു മാമുനി തന്നോടു മാധുര്യവാച വഴി പോലെ ധന്യനായോ വേദനം ധാന്യമാദിയാൽ മന്നിടം തന്നിൽ സുഖിക്കുന്നു സർവരും ധാന്യവും വിത്തവും ഒന്നുമില്ലാതെയും ധന്യനിധികളെ പോലെ മഹാസുഖീം. നിന്നുടെ ദേഹ സുഖഗുണമോർക്കുമ്പോൾ മന്നിലുള്ളോർക്കു സ്വഹേതുവും ഭവാൻ നന്നായി വിചാരിച്ചു നോക്കുന്ന നേരത്ത് വന്ദ്യനാ നീ അഭോക്താവോ നിരാധാരൻ. ഇങ്ങനെയുള്ള ഭവാൻ സുഖിച്ചിടുന്നതെങ്ങനെയും ഭോഗങ്ങൾ കൊണ്ടെന്നു ചൊല്ലുക എന്നു ചോദിച്ചതു കേട്ടു മഹാമുനി
അന്ന സന്തോഷാമൃതത്തെ പൊഴിച്ചുടൻ നന്ദിച്ചു ചൊല്ലിനാൻ കേൾക്ക വിഷ്ണുപ്രിയാം. മാനുഷർക്കിച്ഛ സംസാര വിമോചനം ജ്ഞാനവും ഭക്തിയും കൊണ്ടുവരുന്നിതേ. സാക്ഷാ ഭഗവാൻ പരാപരനവ്യയൻ മോക്ഷജ്ഞാനികൾ തൻ്റെ ഹൃദയത്തിൽ നിന്നു ശോഭിച്ചിടും സൂര്യനെ പോലവേ നിന്നൊരജ്ഞാനാന്ധകാരം കളയുന്നോൻ. മുന്നമേ ഞാൻ കേട്ട പോലെ ദൈത്യാധിപം നിന്നോടു ചൊല്ലുവൻ പാത്രമല്ലോ ഭവാൻ. ജന്മഭോഗേച്ഛയാൽ ഓരോ തരങ്ങളിൽ ജന്മം എടുത്തു ഭോഗങ്ങൾ ഭുജിച്ചിട്ടും തൃപ്തി വരാതെ അനേക ജന്മം മമ പ്രാപ്തമായി പോയി മഹാവിഷ്ണുമായയാം. പ്രാപ്തമായി പോളിഹ മനുജന്മവും മർത്യജന്മത്തിൻ്റെ താഴെയുള്ളോർക്കിഹാം ചിത്തേ സുരലോക ജന്മമായി തോന്നുമീ. ഐഹിക പാരത്രികത്തിനു ഹേതുവം ദേഹം ഇതു നരജന്മങ്ങറികടോ. സർവകർമ്മങ്ങളും ആത്മസുഖത്തിനായി നിർവഹിക്കുന്നു സകല ജന്മങ്ങളും. നിർമ്മല കർമ്മങ്ങൾ മറ്റു കർമ്മങ്ങളും ജന്മികൾ ചെയ്തു പോരുന്നു നിവൃത്യർത്ഥം. ആയതുകൊണ്ടു ഞാൻ കർമ്മനിവൃത്തനായി ചേതനാത്മാസുഖം കൊണ്ടിരിക്കുന്നതേ. കർമ്മനിവൃത്തിയാകുന്നിതാത്മാസുഖം. കർമ്മസുഖങ്ങൾ മനോഭ്രമം സ്വപ്നവൽ സ്വപ്നതുല്യങ്ങളാം കാമാസുഖേച്ഛയാൽ മഗ്നനായി പോം അറിയാതെ ആത്മസുഖം. ഏറ്റം ക്ഷണികം വിഷയകർമ്മസുഖമറ്റ് ഉറവോടതു സത്താൽ സുഖിപ്പത് നിത്യമല്ലാതെ സുഖസിദ്ധി കൈവരാം. മിഥ്യയാകും മൃഗതൃഷ്ണാജലമിന്ന് നിശ്ചയിച്ചായതോ ചെന്നു കുടിപ്പതിനിച്ഛിച്ചു വാഴും മൃഗങ്ങൾ പോലെ ഭ്രമം. ദൈവവശ വന്നു ദേഹം ഇതുകൊണ്ട് നിർവിഷയാത്മസുഖം ഭുജിച്ചിടുവാൻ നിർവഹിക്കുന്നു സമസ്ത ജനങ്ങളും. ആത്മിക ദൈവിക ഭൗതിക താപത്തിൽ ആത്മഭാവപ്പെട്ടിരിക്കുന്ന മർത്യൻ്റെ അർത്ഥപുത്രാദി സമസ്തങ്ങളെ കൊണ്ടും അർത്ഥമെന്തെന്നു ചിന്തിച്ചിരിപ്പു ഞാൻ. ഇന്ദ്രിയ നിഗ്രഹമന്യുരകാദിയാൽ ഛന്നലോഭം നിദ്ര പോലും ഭജിക്കാതെ സർവദാ സന്ദേഹവും അവിശ്വാസവും സർവദാ ദുഃഖമേയുള്ളൂ ധനികർക്ക്. രാജചോരാഗ്നി സ്വജന പശുപക്ഷിയാജക കാലഭേദാദികൾ തന്നാലും പ്രാണനേക്കാളും പ്രിയമർത്ഥമായതു മൂലം അനേകമനർത്ഥം നരന്മാർക്കും. ആകയാൽ പ്രാണാർത്ഥമെല്ലാം ഉപേക്ഷിച്ച് ബോധികേലായ വിദ്വാൻമാർ വസിക്കുന്നു. വണ്ട് പെരുമ്പാമ്പു രണ്ടുപേ തന്നെയും കണ്ടവർ വൃത്തിയും ജ്ഞാനികൾ വൃത്തിയും ചിത്തെ വിചാരിച്ചെനിക്കു വൈരാഗ്യവും. ഇത്തരം വന്നീതവർ മമ സദ്ഗുരും പുഷ്പത്തിലുള്ള മധുബനെടുത്തുൾ പ്രേമമോട് അന്യപുഷ്പത്തിൽ വെച്ചിട്ട് ഒക്കെയും കൂട്ടി ഭുജിക്കാമതെന്നോർത്ത് വെക്കവേ മറ്റന്യ പുഷ്പേ ഗമിച്ചിടും. അപ്പോഴോ ധന്യമധുവൻ വിരവോടു മുൾപ്രേമമോട് ഉണ്ടുപോകും മധുവിനെ. ഇത്തരം പോലെ മനുഷ്യരെല്ലാവരും വിത്താദികൾ പ്രയാസപ്പെട്ടു നേടിവെച്ച് അന്യജനം പറിച്ചിടും പല വഴിയും. പിന്നെയും ദുഃഖിക്ക തന്നെ ഫലം നൃണം എന്നതുപോലെ പ്രവൃത്തിയാത്മസുഖം വന്നിടുവാൻ പല യത്നങ്ങൾ ചെയ്യുന്നു. അജ്ഞാനമൂലം സുഖമറിയായകയാൽ
വിജ്ഞാനമെന്നെ പ്രയത്നപ്പെടുന്നിതും ആയതുകൊണ്ട് ഭോഗാർത്ഥ പ്രയത്നങ്ങൾ ചെയ്തതു പോരും നിവർത്തിയാത്മസുഖം വൃത്തിപ്രവൃത്തിയാൽ രക്ഷിക്ക വേണ്ടതില്ല എത്തുവാനുള്ളതെത്തും പോകയില്ലവാം ഭീമമാകും പെരും പാമ്പു കിടക്കുന്നിതാമോദമോടു ഭോഗങ്ങൾ ഭുജിക്കുന്നു അല്പമായും ബഹുവായും ദിവാനിശമെപ്പോഴെന്നാലും അവമാനമാനേനം ഏതോ പ്രകാരത്തിലെങ്കിലതൊക്കെയും ഉൾപ്രേമമോടു സുഖിച്ചു വസിക്കുന്നു പട്ട് മരവുരി തോലോട് വസ്ത്രങ്ങൾ ഇഷ്ടമേതെങ്കിലും കിട്ടിയാൽ സൗഖ്യമം പ്രാസാദമെത്തമേലൊട്ടു നിലത്തുമം ആസാദി ഭസ്മത്തിലാകും കുശയിലും സ്നാനവിഭൂഷണാലങ്കാരമായിക്കൊണ്ടു മാനമോടെ രഥയാനമോരോന്നിലും ഒത്തു നടന്നും ഈ വണ്ണമോരോ തരം പുഷ്ടമോദം നമസ്കാരം തിരസ്കാരം നിന്ദാസ്തുതികളിവയൊന്നുമില്ലാതെ എന്നേരവും പരമാത്മാവിലൈക്യത്തെ ഇച്ഛിച്ചു പോരുന്ന ഭേദം ഉദിക്കുമ്പോൾ ഇച്ഛാദി സർവവും മാനസേ അർപ്പിച്ചും ഈശൻ വിരാട്ടിങ്കൽ ഹോമിപ്പതു മനം വൈകാരികേനാം വിരാട്ടിനെ മായയിൽ വൈകാരമായേ ആത്മാനുഭൂതിയിൽ ഹോമിച്ചും കായാദ്യലങ്കാരമൊക്കവേം ഹോമിച്ച് നിർഗുണാത്മാവിൽ സമസ്തവും നിർഗുണാതീതമായുള്ള സുഖത്തോടും നിർഗമിക്കുന്നു സുഖാത്മാവതായി ഞാൻ എത്രയും കൂടം മമ സുഖമാമിതും ഉക്തമായി ഭവാൻ തന്നോടിതൊക്കെയും ഭക്തപ്രവരരിൽ മുമ്പനല്ലോ ഭവാൻ മുക്തി സുഖത്തിൽ പരമില്ല മറ്റൊന്നും ഇത്തരം മാമുനി ചൊന്നതു കേൾക്കയാൽ ഭക്തനാം പ്രഹ്ലാദനാനന്ദചിത്തനായി വന്ദിച്ചു പൂജിച്ചു മാമുനി തന്നെയും നന്നായി തൊഴുത് അമാത്യന്മാരുമായി വന്ന് തന്നെ മന്ദിരം ബുക്കു വസിച്ചിതും